നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയം നടപ്പിലാക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ ജമ്മലമടുഗുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പാക്കും. ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയമാണ് നടക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ രാജ്യമൊട്ടാകെ ഈ നയം നടപ്പിലാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇതുവഴി ധാരാളം സമയവും പണവും ഊർജവും ലാഭിക്കാനാവും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് BJPയുടെ പ്രഖ്യാപിതമായ നയമാണ്. എന്നാൽ പലരും കരുതുന്നത് പോലെ ഈ നയം BJP അല്ല ആദ്യമായി കൊണ്ടുവന്നത്. മറിച്ച് നമ്മുടെ നാട്ടിൽ 1970-കൾ വരെ നിലവിലുണ്ടായിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടക്കുന്ന രീതിയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1970-ൽ ലോക്സഭ പിരിച്ചുവിടുകയും 71-ൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. ഇത് ഷെഡ്യൂളിന് 15 മാസം മുമ്പായിരുന്നു. ഈ സമയത്ത് ഇന്ദിരാഗാന്ധി ഒരു ന്യൂനപക്ഷ സർക്കാരിനെ നയിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു സർക്കാരിനെ അവർക്ക് താല്പര്യമില്ലായിരുന്നു. സമ്പൂർണ്ണ അധികാരമായിരുന്നു അവർ ആഗ്രഹിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ ഈ നടപടിയോടുകൂടെയാണ് പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വേർപെടുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം തിരികെ കൊണ്ടുവരും എന്ന് BJPയുടെ പ്രതിജ്ഞാബദ്ധത ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് രാജ്നാഥ് സിംഗ്. അതേസമയം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച YSRCP സർക്കാരിനെതിരെ ആഞ്ഞടിക്കുവാനും അദ്ദേഹം മറന്നില്ല. ആന്ധ്രാപ്രദേശിൽ YSRCP സർക്കാർ അവരുടെ അഴിമതികളിലൂടെ സംസ്ഥാനത്തെ കടക്കിണിയിലാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിലൂടെ ആന്ധ്രാപ്രദേശിന്റെ കടം 13.5 ലക്ഷം കോടി രൂപയായി ഉയർന്നത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വിമർശനം. YSRCP സർക്കാർ അഴിമതിയിലൂടെ സംസ്ഥാനത്തെ കടക്കിണിയിലേക്ക് നയിക്കുകയാണ്. നിലവിലെ സർക്കാരിന്റെ ഭരണകാലത്ത് ആന്ധ്രാപ്രദേശിന്റെ കടം 13.5 ലക്ഷം കോടി രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഇക്കൂട്ടരുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് TDPയുമായും ജനസേനയുമായും BJP സഖ്യം ചേർന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില ഉൾപ്പെടെ തകരാറിലായിരിക്കുകയാണ്. ജനങ്ങളും ഈ അവസ്ഥയിൽ മടുത്തു തുടങ്ങിയെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.